أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين. ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين. وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. الله خالق كل شيء وهو على كل شيء وكيل. له مقاليد السماوات والأرض والذين كفروا بآيات الله أولئك هم الخاسرون. قل أفغير الله تأمروني أعبد أيها الجاهلون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അവന്റെ പൊരുത്തത്തിന്, അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ച സ്വർഗീയ ആരാമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിനായി അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് സൂറത്തു സുമർ 39-ാം അധ്യായം, ആ സൂറത്തു സുമറിലെ 58 ആയത്തുകൾ പഠിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിച്ചു. അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതികളും. 55-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കും പരിശുദ്ധമായ വേദഗ്രന്ഥമായ ഖുർആനിലേക്കും നിങ്ങൾ മടങ്ങണം, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരണം, ഭയാനകരമായ ശിക്ഷ നിങ്ങളെ തേടി വരുന്നതിന്റെ മുമ്പ് അന്ന് നിങ്ങളെ സഹായിക്കുവാൻ ആരുമുണ്ടാവുകയില്ല എന്ന താക്കീത് നൽകിയതിന് ശേഷം പക്ഷാതപിച്ച് മടങ്ങുവാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും നല്ലവരാകുവാനും ഒക്കെ അവസരങ്ങൾ കിട്ടിയിട്ട് പരിശുദ്ധ റമളാനാ വരുന്നത്. ആ റമളാനിനെ പോലെ നിരവധി അവസരങ്ങളും സന്ദർഭങ്ങളും കിട്ടിയിട്ട് മരിക്കുന്ന സമയത്ത് അള്ളാഹ് ഞാൻ തൗബ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ പക്ഷാതാപം സ്വീകരിക്കുകയില്ല. എപ്പോഴാ മരണം എന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, എങ്ങനെയാണ് എന്ന് നമുക്കൊന്നും അറിയില്ല. ആ മരണത്തിന്റെ മുമ്പ് ഖേദിച്ച് മടങ്ങാതിരുന്നാൽ അവസാനം വിലപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് 56, 57, 58 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കുറ്റവാളികളാകുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നിവാസികളായി നടന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ 3 വിലാപങ്ങളാണ് അള്ളാഹു ഇവിടെ എടുത്തു ധരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ഞങ്ങളേറെ വീഴ്ച വരുത്തിയവരാണ്. യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വ ഇൻ കുൻതു ലമിന സാഖിരീൻ. അള്ളാഹുവിനോടുള്ള കടമകളിൽ ഞങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, എന്റെ സങ്കടമേ, തീർച്ചയായും ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നായി പോയിരുന്നുവല്ലോ എന്ന ഒരു വിലാപം. മൂന്നാമത്തേത് അല്ലാഹു തആല പറഞ്ഞത്, ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലി ഖർറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. ആ ശിക്ഷ കാണുന്ന സമയത്ത്, നേർക്ക് നേരെ അതങ്ങ് അനുഭവിക്കുന്ന സമയത്ത് അവർ പറയുമെന്ന, എനിക്ക് ഒരു മടക്കം ഭൗതികമായ ജീവിതത്തിലേക്ക് നീ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നല്ലവനായിക്കൊള്ളാം. മടക്കം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒന്ന് തിരിച്ചു വന്നുകൊണ്ട് ഒന്ന് നന്നാകാൻ ഒരിക്കലും അവസരം ഉണ്ടാവുകയില്ല. പക്ഷെ അവർ വിലപിക്കുമെന്നതാണ്. ഇങ്ങനത്തെ 2 വിലാപങ്ങളെ കുറിച്ചും 57-ാമത്തെ ആയത്തിൽ ഒരു അള്ളാഹുവിന്റെ പേരിൽ ഒരു ആരോപണവുമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് അവരുടെ ആരോപണം? അള്ളാഹുവിങ്കലിൽ നിന്ന് ഞങ്ങൾക്ക് മാർഗദർശനം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ, ഈ ഒരു ശിക്ഷ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. അള്ളാഹ് ഞങ്ങളെ നന്നാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹ് നന്നാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങൾ സൂക്ഷ്മതയിൽപ്പെട്ടവരായിരുന്നു എന്ന് അവർ പറയും. അവരുടെ വിലാപങ്ങളെ കുറിച്ച് 3 ആയത്തുകൾ പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മറുപടി അവർക്ക് നൽകുകയാണ്. അവസരങ്ങളും സന്ദർഭങ്ങളും വന്നിട്ട് മാറാത്ത നിങ്ങൾ ഇപ്പൊ വിലപിക്കുകയോ, അതായിരുന്നു കാരണമെന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയോ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കൃത്യമായ അവരുടെ ആ വിലാപങ്ങൾക്ക് മറുപടി പറയുകയാണ് 59-ാമത്തെ ആയത്തിൽ.
എന്താണ് റഹ്മാനായ റബ്ബിന്റെ മറുപടി അവർക്ക്? ബലാ ഖദ് ജാഅത്ക ആയാതി ഫകല്ലബത ബിഹാ വസ്തക്ബർത വകുൻത മിനൽ കാഫിരീൻ. ബലാ ഉണ്ട്, ഖദ് ജാഅത്ക നിനക്ക് വരികയുണ്ടായിട്ടുണ്ട്, ഖദ് ജാഅത്ത് തീർച്ചയായും നിനക്ക് വന്നിട്ടുണ്ട്, ആയാതി എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്റെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നില്ലേ എന്ന റബ്ബ് തആല അവർക്ക് മറുപടി കൊടുക്കുന്നത്. എന്റെ ആയത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നിരുന്നു. ഫകല്ലബത നീ കളവാക്കി ബിഹാ അതിനെ, ഏതിനെ? എന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു, അത് പ്രവാചകന്മാർ നിനക്ക് ഓതി തന്നു, അത് കൃത്യമായ സന്ദേശങ്ങളായി പല രീതിയിലും പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ, അങ്ങനെ പല നിലക്കും എന്റെ ദൃഷ്ടാന്തം നിനക്ക് വന്നിരുന്നല്ലോ, അത് നീ കേട്ടിരുന്നല്ലോ, അത് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. പക്ഷേ ഫകല്ലബത ബിഹാ അന്ന് നീ അതിനെ കളവാക്കി. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അത് ആ സംഘടനക്കാരല്ലേ പറയണത്. അതുകൊണ്ട് അതൊന്നും നമുക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അതിനെ കളവാക്കിയവനാണ്. വസ്തക്ബർത നീ അഹംഭാവം നടിക്കുകയും ചെയ്തു, സത്യത്തെ നിഷേധിച്ചു, മറ്റുള്ളവരെ നീ കൊച്ചാക്കി, നീയാണ് വലിയവനെന്ന ധാരണയിൽ നീ കിബിർ നടിച്ചുകൊണ്ട് ഗർവ് നടിക്കുകയും ചെയ്തു. വകുൻത നീ ആവുകയും ചെയ്തു മിനൽ കാഫിരീന അവിശ്വാസികളിൽ പെട്ടവനാവുകയും ചെയ്തില്ലയോ എന്നതാണ് അവരുടെ ആ വിലാപത്തിന് അല്ലാഹു തആല മറുപടി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊക്കെ ബാധകമാണ്, ഇതൊക്കെ നമുക്ക് ബാധകമാണ്. അള്ളാനെ മറന്നുകൊണ്ട് ഇവിടെ നിന്ന് മരിക്കുന്നതിന് മുമ്പ് നന്നാകാൻ നാം തയ്യാറായിട്ടില്ലെങ്കിൽ, സത്യത്തിന്റെ മാർഗം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ആ സത്യത്തിലേക്ക് വരാതെ തിന്മകളെ ഒഴിവാക്കുവാൻ, തിന്മകളിൽ നിന്ന് രാജിയാകുവാൻ ഞാൻ നിങ്ങളും തയ്യാറായിട്ടില്ലെങ്കിൽ അന്ന് ഒരു വിലാപത്തിന്റെ ദിവസം വരാറുണ്ട്. അന്ന് നമ്മുടെ വിലാപങ്ങൾക്ക് യാതൊരു സഹായിയും ഒരു പരിഹാരവും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അള്ളാഹ് അന്ന് നമ്മോട് ചോദിക്കും, വന്നിരുന്നില്ലേ എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്റെ സന്ദേശങ്ങൾ, എന്റെ ലക്ഷ്യങ്ങൾ നിനക്ക് വന്നിട്ട് അന്ന് നീ അതിനെ കളവാക്കി, അന്ന് നീ അഹംഭാവം നീ നടിച്ചുകൊണ്ട് ഗർവ് നടിക്കുകയും ചെയ്തു, നീ അന്ന് അവിശ്വാസികളിൽ പെട്ടതായിരുന്നു. അതായിരുന്നു അതിന് കാരണം. അല്ലാത്ത ഇന്ന് നിന്റെ വിലാപം കൊണ്ടോ അതല്ലെങ്കിൽ ഞാൻ നിന്നെ സന്മാർഗം നിനക്ക് തരാത്തത് കൊണ്ടോ ഒന്നും അല്ല. അത്തരത്തിലുള്ള ആരോപണം നീ ഉന്നയിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധിക്കാരികളായി ഇവിടെ ജീവിച്ച ആ മനുഷ്യർക്ക് മറുപടി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 59-ാമത്തെ ആയത്തിൽ പറയാം. അതുകൊണ്ട് അന്ന് വിലപിക്കാൻ നിൽക്കേണ്ടതില്ല. അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളേണ്ട സമയത്ത്, അനുസരിക്കേണ്ട സമയത്ത് അനുസരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وَيَوْمَ الْقِيَامَةِ تَرَى الَّذِينَ كَذَبُوا عَلَى اللَّهِ وُجُوهُهُم مُّسْوَدَّةٌ أَلَيْسَ فِي جَهَنَّمَ مَثْوًى لِلْمُتَكَبِّرِينَ. അല്ലാഹുവിന്റെ മേൽ കളവാക്കിയ ആളുകൾ, അള്ളാഹു പറഞ്ഞതിനെ അനുസരിക്കാതെ തനിക്ക് തോന്നിയതുപോലെ ജീവിച്ച ആളുകളെ നാളെ പരലോകത്തെ ഹാജരാക്കുമ്പോൾ ഒരു പ്രത്യേകമായ രീതിയിലാണ് അവരെ ഹാജരാക്കുക എന്ന് അള്ളാഹു പറയുന്നത്. അവർക്ക് പ്രത്യേകമായ ചില അടയാളങ്ങൾ കൊടുക്കും. ആർക്ക്? അള്ളാഹുവിനെ നിഷേധിച്ച, പരലോകത്തെ നിഷേധിച്ച, തോന്നിവാസികളായി നടന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്ത അവിശ്വാസികളായ ആളുകൾക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന അടയാളം? അതാണ് അള്ളാഹു പറയുന്നത് 60-ാമത്തെ ആയത്തിൽ. വയൗമൽ ഖിയാമ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ, തറാ നിനക്ക് കാണാം നബിയേ, നീ കാണുന്നതാണ് നബിയെ, അല്ലദീന കദബു വ്യാജമാക്കിയിട്ടുള്ള, അതേ കളവാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ആളുകളെ നിനക്ക് കാണാം. ആരുടെ മേൽ കളവാക്കി? അള്ളാഹുവിന്റെ മേൽ കളവാക്കി. അള്ളാഹ് പറയാത്ത ആശയങ്ങളെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ ആയത്തുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിവിഴപ്പിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അള്ളാഹു അല്ലാത്തവരോട് തേടാൻ, അവരല്ലാത്തവരോട് സഹായം തേടാൻ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മേൽ കളവാക്കിയിട്ടുള്ള ഇതുപോലെയുള്ള ആളുകൾ, അവരെയൊക്കെ നബിയെ അന്ത്യനാളിൽ നിനക്ക് കാണാം. എങ്ങനെ? വുജൂഹുഹും മുസ്വജ്ജാം, വുജൂഹുഹും അവരുടെ മുഖങ്ങൾ, അവരുടെ വുജൂഹ് മുഖങ്ങൾ, വജ്ഹ് മുഖം, വുജൂഹ് മുഖങ്ങൾ, ഹും അവരുടെ മുഖങ്ങൾ. ആരുടെ? അല്ലദീന കദബു അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ കളവ് പറഞ്ഞിട്ടുള്ള ആളുകൾ, വുജൂഹുഹും അവരുടെ മുഖങ്ങൾ, മുസ്വജ്ജാ, മുസ്വദ് അസ്വദ് കറുത്തത്, മുസ്വജ്ജ കറുത്തതായിരിക്കും, കറുത്തിരുണ്ടതായിരിക്കും അവരുടെ മുഖങ്ങൾ. ആ നിലക്ക് അവരെ മാറ്റി നിർത്തപ്പെടുകയാണ്, ആ നിലക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. വുജൂഹുഹും മുസ്വജ്ജാ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായി നിനക്ക് കാണാം നബിയേ. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അലൈസ ഫീ ജഹന്നമ ജഹന്നമാകുന്ന നരകത്തിലില്ലേ മസ്വൻ പാർപ്പിടം, ലിൽ മുതകബ്ബിരീൻ അഹംഭാവികളായ ആളുകൾക്ക്, കിബ്ർ നടിച്ച
കിബറുള്ള ആ ആളുകൾക്ക് ജഹന്നമിൽ പാർപ്പിടമില്ലയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതെ, അഹംഭാവികൾക്ക്, കിബറുള്ള ആളുകൾക്ക്, കിബർ നടിച്ചുകൊണ്ട് യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾക്ക് അവർക്ക് നരകം തന്നെയാണ് അവരുടെ പാർപ്പിടം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മേൽ കളവ് പറഞ്ഞിട്ടുള്ളവരെ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായി നിനക്ക് കാണാവുന്നതാണ്. അഹംഭാവികൾക്ക് നരകത്തിൽ പാർപ്പിടമില്ലയോ, അഥവാ അവർക്ക് പാർപ്പിടമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്ന ആളുകളുടെ മുഖം കറുത്തിരുണ്ടതായിരിക്കുമെങ്കിൽ വിശ്വാസികളാകുന്ന ആളുകൾക്കോ അവരുടെ അവസ്ഥയാണ് 61-ാമത്തെ ആയത്തിൽ പറയുന്നത്. ആരുടെ? ഈ അള്ളാഹുവിന്റെ മേൽ കളവ് പറയാതെ നേരായ മാർഗത്തിലൂടെ പ്രവാചകന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുടെ അവസ്ഥ നാളെ പരലോകത്ത് എന്തായിരിക്കും? 61-ാമത്തെ ആയത്തിൽ بمفازتهم لا يمسهم السوء ولا هم يحزنون. എന്നാൽ വയുനജ്ജി രക്ഷപ്പെടുത്തും. ആര്? അല്ലാഹ്. വേറെ ആരുമല്ല, വേറെ ആർക്കും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയില്ല നരകത്തിൽ നിന്ന്. എന്നാൽ വയുനജ്ജി, ആരാ രക്ഷപ്പെടുത്തുക? രക്ഷപ്പെടുത്തും അല്ലാഹ്. അല്ലാഹു രക്ഷപ്പെടുത്തും അല്ലദീന ഇത്തഖൂ, സൂക്ഷിച്ചിട്ടുള്ള ആളുകളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടുള്ള ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും. മഫാസത്ത് വിജയം അല്ലെങ്കിൽ ഭാഗ്യം. ബിമഫാസതിഹിം, അവരുടെ ഭാഗ്യം കൊണ്ട്, അവരുടെ വിജയം കൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അവരുടെ മുഖം ഒരിക്കലും കറുത്തിരുണ്ടതാവുകയില്ല, പ്രകാശിക്കുന്നതായിരിക്കും. ആരുടെ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ. വീണ്ടും അല്ലാഹു പറയാ, ലാ യമസ്സുഹുമുസ്സൂഉ വലാ ഹും യഹ്സനൂൻ. ലാ യമസ്സുഹും, അവരെ തൊടുകയില്ല. അസ്സൂഉ, തിന്മകൾ, വേദന, നരകം, അവരെ ഒരു നിലക്കുമുള്ള വേദനകൾ, തിന്മകൾ അവരെ സ്പർശിക്കുകയില്ല. വലാഹും, അവരല്ല താനും യഹ്സനൂൻ, വ്യസനപ്പെടുന്നവരും അല്ല. സൂക്ഷ്മത പാലിച്ചവരെ അവരുടെ സൗഭാഗ്യം നിമിത്തം അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. അവരെ തിന്മ ഒരിക്കലും സ്പർശിക്കുകയില്ല, അവർക്കൊരിക്കലും വ്യസനപ്പെടുകയും ഇല്ല എന്ന സന്തോഷ വാർത്തയും അള്ളാഹു നൽകി. അപ്പൊ 60-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയും, 61-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്തയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇ وهو على كل شيء وكيل. അല്ലാഹു തആല ഖാലിഖ്, സൃഷ്ടാവാണ്. കുല്ലു ശൈഇ, എല്ലാ വസ്തുവിന്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാണ്. സൃഷ്ടിപ്പിൽ മറ്റൊരാൾക്കും ഒരു പങ്കും ഇല്ല. എന്തിനെയാകട്ടെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വഹുവ, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെ മേലും വക്കീൽ, കൈകാര്യം നടത്തുന്നവനുമാണ്, അധികാരക്കാരനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അവൻ എല്ലാത്തിന്റെ മേലും കൈകാര്യം നടത്തുന്നവനുമാകുന്നു. അവ ലോകത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. എല്ലാത്തിന്റെയും കൈകാര്യകർത്തം നടത്തുന്നതും അല്ലാഹുവാണ്. കൈകാര്യം നടത്തുന്നത് റഹ്മാനായ റബ്ബ് തന്നെയാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. എല്ലാത്തിനെയും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. എല്ലാം അവന്റെ പരിധിയിലാണ്. അതാണ് അല്ലാഹു തആല അവന്റെ വിശേഷണമായി പറയുന്നത്. രണ്ട് വിശേഷണങ്ങൾ 62-ാമത്തെ ആയത്തിൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ രണ്ട് വിശേഷണങ്ങൾ. ഒന്ന്, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇ, അല്ലാഹു എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു എന്നതാണ്. രണ്ടാമത്തേത്, വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അല്ലാഹു എല്ലാത്തിന്റെ മേലിലും കൈകാര്യം നടത്തുന്നവനാകുന്നു. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് വല്ലദീന കഫറൂ ബിആയാതില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. 63-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ മറ്റൊരു വിശേഷണം അല്ലാഹു പറയാം. 62-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ രണ്ട് വിശേഷണം പറഞ്ഞു. 63-ാമത്തെ ആയത്തിൽ മൂന്നാമത്തെ ഒരു വിശേഷണം കൂടെ പറയുന്നു. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, ലഹു അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിനുള്ളതാണ്. മഖാലീദ്, ഖജനാവ് അല്ലെങ്കിൽ താക്കോലുകൾ, ഭരണകാര്യങ്ങളൊക്കെ. എന്തിന്റെ? അസ്സമാവാത്ത്, ആകാശങ്ങളുടെ. മഖാലീദുസ് സമാവാത്ത്, ആകാശങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിനുള്ളതാണ്. വൽ അർദ്, ഭൂമിയുടെയും.
ലഹു മഖാലിദുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അവന്റേതാകുന്നു എന്ന് പറഞ്ഞാൽ സകല വസ്തുക്കളുടെയും സൃഷ്ടി, മുമ്പത്തായത്തിൽ പറഞ്ഞില്ല, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പും കൈകാര്യവും ഭരണാധിപത്യവും എല്ലാം അള്ളാഹുവിനാണ്. അത് ആകാശങ്ങളിലുള്ളതാകട്ടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ളതാകട്ടെ അതിന്റെ ഇടയിലുള്ളതാകട്ടെ, എല്ലാത്തിന്റെയും നിയന്ത്രണങ്ങൾ, എല്ലാത്തിന്റെയും കൈകാര്യകർത്താവ് അള്ളാഹു മാത്രമാണ്. അതൊക്കെ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ കുറിച്ച് പറയാം. എന്താ പറയുന്നത്? വല്ലദീന കഫറൂ ബിആയാതില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. വല്ലദീന കഫറൂ, അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ, ബിആയാതില്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകളിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെ ആയിരിക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ, ഉലൈക, അക്കൂട്ടർ, ഹും, അവർ തന്നെ, അൽ ഖാസിറൂൻ, നഷ്ടക്കാരാണ്. വല്ലദീന കഫറൂ ബിആയാതില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ ആയത്തുകളിൽ, അവന്റെ വചനങ്ങളിൽ, അവന്റെ ലക്ഷ്യങ്ങളിൽ, അവന്റെ അടയാളങ്ങളിൽ, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒക്കെ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനായിരിക്കെ, എല്ലാം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അതിന്റെ ഭരണാധികാരവും അതിന്റെ നിയന്ത്രണങ്ങളും എല്ലാം റഹ്മാനായ റബ്ബിനായിരിക്കെ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിയുന്നത് എന്നതാണ് റബ്ബിന്റെ ചോദ്യം. അതാണ് 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയും, ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ്, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമാണ്. എന്നിരിക്കെ നബിയെ അവരോട് ചോദിക്കുക, ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഇതൊക്കെ അള്ളാഹുവിനായിരിക്കെ അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ശക്തികളെ, അത് മരിച്ചവരാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും സൂര്യനോ ചന്ദ്രനെയോ ബിംബങ്ങളെയോ എന്തിനെയെങ്കിലും നിങ്ങൾ ആരാധിക്കണമെന്ന് പറയാൻ, അള്ളാഹു അല്ലാത്തവരെയാണ് ആരാധിക്കേണ്ടത്, അവരെയാണ് വിളിച്ചു തേടേണ്ടത്, അവർക്കാണ് നേർച്ചകൾ വഴിപാടുകൾ നടത്തേണ്ടത്. നമ്മളൊക്കെ പാവികളാണ്, എന്നാൽ അവർ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് നമ്മെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താണ്, അതിനേക്കാളും വലിയ ധിക്കാരം എന്താണ് എന്ന് നബിയെ അവരോട് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? ഖുൽ, നബിയെ ചോദിക്കുക അവരോട്, ഇതൊക്കെ അള്ളാഹുവിനായിരിക്കെ അള്ളാഹു അല്ലാത്തവരെയാണോ തഅ്മുറൂ, നിങ്ങൾ കൽപ്പിക്കുന്നത് നീ എന്നോട്? ഇതൊക്കെ അള്ളാഹുവിന് മാത്രമായിരിക്കെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ അഅ്ബുദു, ഞാൻ ആരാധിക്കുവാൻ, അയ്യുഹൽ ജാഹിലൂൻ, വിഡ്ഢികളെ, വിവരമില്ലാത്തവരെ. അള്ളാഹു, എല്ലാം അള്ളാഹുവിൻ്റെതാണ്, എല്ലാ അധികാരവും അള്ളാഹുവിനാണ്, എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, എല്ലാ കൈകാര്യകർത്തൃത്വവും അള്ളാഹുവിനെ മാത്രമായിരിക്കെ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ ആരാധിക്കണമെന്ന് പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തവും മൂഢത്വവും എന്താണ് കൂട്ടരെ ഉള്ളത്, എന്താണ് ഉള്ളത് എന്ന് അവരോട് ചോദിക്കുക നബിയെ. എന്നിട്ട് അള്ളാഹു പറയുന്നത് അയ്യുഹൽ ജാഹിലൂൻ. അവരെ വിളിച്ച പേര് നോക്കി നിങ്ങൾ, എന്താ അവരെ വിളിച്ചത്? ഇതൊക്കെ അള്ളാഹുവിനായിരിക്കെ അള്ളാഹു അല്ലാത്ത ആളുകളെ ഞാൻ ആരാധിക്കണം എന്ന് പറയണം, ചോദിക്കുക നബി അവരോട്, അയ്യുഹൽ ജാഹിലൂൻ, വിവരമില്ലാത്ത ആളുകളെ. ഇത് തന്നെയാണ് ഇന്ന് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്. എല്ലാം അള്ളാഹുവായിരിക്കെ ആ അള്ളാഹുവിനെ വിട്ട് എന്തിനാ ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട്, മരിച്ച അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ചോദിക്കാൻ പോകുന്നത്? അള്ളാഹുവില്ലേ? അള്ളാഹുവിനെ വിട്ടുകൊണ്ട്, അള്ളാഹുവിനെ മാറ്റി നിർത്തി അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുവാനും അവരോട് പ്രാർത്ഥിക്കുവാനും അവരോട് സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നെന്ന് പറയാൻ വിഡ്ഢികളായ ആളുകളെ, വിവരമില്ലാത്ത, ഖുർആൻ പഠിക്കാത്ത, ഹദീസുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ബീവിമാരുടെ, വിശ്വാസികളുടെ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ടില്ലാത്ത അയ്യുഹൽ ജാഹിലൂൻ, വിവരമില്ലാത്ത ആളുകളെ എങ്ങനെയാ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്ന് അവരോട് ചോദിക്കാൻ, ഇന്നത്തെ സമൂഹത്തോടും ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. നമുക്ക് വിഡ്ഢികളെ എങ്ങനെയാ ഈ അള്ളാനെ വിട്ടിട്ട് അല്ലാത്ത ആളുകളോട് ആരാധിക്കാൻ, അവരോട് വിളിച്ചു തേടാൻ ഞങ്ങളെ കിട്ടുമോ? ഞങ്ങളെ കിട്ടുകയില്ല എന്നതാണ് ഇന്നത്തെ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഡ്ഢികളുടെ സ്വർഗത്തിൽ നമ്മളാകാൻ പാടില്ല. ഈ വിഡ്ഢികളാവുകയല്ല, വിവരമില്ലാത്തവരാവുകയല്ല നമ്മൾ വേണ്ടത്. മറിച്ച് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാധന റഹ്മാനായ റബ്ബിന് മാത്രമാവുക, അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കാതിരിക്കുക. എന്തുകൊണ്ട്? എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമ്മെ കാണുന്നവനാണവൻ, നമ്മെ കേൾക്കുന്നവനാണ്, നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നതാണ്. എല്ലാത്തിന്റെയും ഭരണകർത്തൃത്വം റഹ്മാനായ റബ്ബിനുള്ളതാകുന്നു. ആ റബ്ബിനെ മാത്രം ആരാധിക്കാൻ, അവനെ അറിഞ്ഞ് ആരാധിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ, അത് കാരണം അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തുവാൻ നമുക്കൊക്കെ റഹ്മാനായ റബ്ബ്
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.